ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഹെൽത്തി ജ്യൂസിൻ്റെ റെസിപ്പി കാണാം. മധുരക്കിഴങ്ങും പാലും വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും ഒരേ സമയം വിശപ്പും ദാഹവും ക്ഷീണമൊക്കെ മാറാനായിട്ട് സഹായിക്കുന്നതുമായ മധുരക്കിഴങ്ങ് മിൽക്ക് ജ്യൂസാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിനായി 300 ഗ്രാം വരുന്ന ഒരു മധുരക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ 3 കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച ശേഷം ഓരോന്നും വീണ്ടും രണ്ടായിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് സ്റ്റീം ചെയ്താണ് വേവിച്ചെടുക്കുന്നത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഒരു 10 മിനിറ്റ് സമയം നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സ് ഇതുപോലെ ചെറുതാക്കി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് റോസ്റ്റാക്കി എടുക്കണം. ഇതുപോലെ ഒന്ന് റോസ്റ്റായി കഴിഞ്ഞാൽ ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീം ചെയ്യാൻ വെച്ചതൊന്ന് തുറന്ന് നോക്കാം. എല്ലാവരും നല്ലപോലെ വേവായി. വേവിച്ച ശേഷം ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നിൻ്റെയും തൊലി കളഞ്ഞെടുക്കാം. ഇനി ഇത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 4 ഏലക്കായ കൂടി ചേർക്കണം. ഇത് അരിച്ചെടുത്ത് കുടിക്കുന്ന ഒരു ജ്യൂസല്ല, അതുകൊണ്ട് തന്നെ ഏലക്കായ മുഴുവനോട് കൂടി ചേർക്കാതെ ഇതുപോലെ തോട് കളഞ്ഞെടുത്ത് ചേർക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് നമുക്ക് പഞ്ചസാരയോ തേനോ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് നല്ല തണുത്ത പാൽ കൂടി ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത ശേഷം ഇനി ബാക്കി വരുന്ന 1 കപ്പ് പാൽ കൂടെ ചേർത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ തണുത്ത പാലാണ് യൂസ് ചെയ്തത്. നിങ്ങളിപ്പോൾ നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തതെങ്കിൽ ജ്യൂസ് റെഡിയാക്കിയ ശേഷം കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം സെർവ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ജ്യൂസിന് മുകളിലായിട്ട് നേരത്തെ റോസ്റ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിരുന്നാലും കാഷ്യൂ നട്ട്സ് ഇതുപോലെ നെയ്യിൽ റോസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. അപ്പം മറ്റൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.